പി വി അൻവറിനെയും സി കെ ജാനുവിനെയും UDF-ൽ എടുക്കുന്നതിൽ തീരുമാനം പിന്നീട് പ്രാദേശികമായി ചർച്ച ആവശ്യമെന്ന് UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. ചർച്ചകൾക്ക് ശേഷം അടുത്ത UDF യോഗം വിഷയം പരിഗണിക്കും. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനം യോഗത്തിന്റെ? ഉന്മേഷ്, ഈ വിഷയത്തിൽ യോഗത്തിൽ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇരു പാർട്ടികളെയും UDF-ലേക്ക് എടുക്കണമെന്ന ആവശ്യമുയർത്തിയത്. അത് സംബന്ധിച്ച റിപ്പോർട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നത്തെ UDF യോഗത്തിൽ വെച്ചു. PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ഈ രണ്ട് പാർട്ടികളും UDF-നെ സമീപിച്ചിട്ടുണ്ട്. അവരെ ഈ മുന്നണിയിൽ എടുക്കുന്നതിൽ തീരുമാനം വേണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ നിലപാട്. അത് വിശദമായ ചർച്ചകൾക്ക്, പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമാവാം എന്നുള്ളതാണ് UDF യോഗത്തിന്റെ പൊതു അഭിപ്രായമായി മാറിയത്. അങ്ങനെ പ്രാദേശിക തലത്തിലും ഓരോ പാർട്ടികളും വ്യത്യസ്തമായും ചർച്ച നടത്തിയതിനു ശേഷം അടുത്ത UDF യോഗത്തിൽ ഈ വിഷയത്തിലെ ചർച്ചയിലെ നിലപാടായിരിക്കും. അതിനുശേഷം അടുത്ത യോഗത്തിൽ തന്നെയാവും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഉണ്ടാവുക. അതിനിടയിൽ ഇന്ന് പ്രധാനമായും ചർച്ചയായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൽ കോൺഗ്രസ് അല്ലാത്ത ഘടകകക്ഷികൾ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനമായിട്ടുണ്ട്. ഒരു സീറ്റുകളും നിലവിൽ മറ്റ് പാർട്ടികൾ, മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികൾ മത്സരിച്ച ഒരു സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതില്ലെന്ന തീരുമാനവും ഇന്നത്തെ UDF യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.